ഈ പൂർണിമേച്ചി കല്യാണത്തിന്റെ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണം ഇല്ലല്ലോ. നമ്മളെ ചേച്ചിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാ ചേച്ചി എപ്പോഴും ആ കാര്യം തന്നെ പറയുന്നത്. ആ സംശയം ഓരോ ദിവസവും കൂടി വരിക. അതാ ഇത്രയും വേഗം രജിസ്ട്രേഷൻ നടത്താൻ നിർബന്ധിക്കുന്നത്. നമ്മളിത് എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചിയെ പറ്റിക്കുന്നത്. കല്യാണം കഴിച്ചൊന്ന് പറഞ്ഞു പോയില്ലേ, ഇനി ഇത് മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ എത്ര നാളിങ്ങനെ ചേച്ചിയെ പറ്റിക്കും? നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. അപ്പൊ നീയൊക്കെ ഇത്രയും നാള് ചേച്ചിയെ പറ്റിക്കായിരുന്നല്ലേ? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കല്യാണം കഴിക്കാതെ കല്യാണം കഴിച്ചവരായി ഡ്രാമ കളിച്ച് നീയൊക്കെ എല്ലാവരെയും പൊട്ടന്മാരാക്കി അല്ലേ? ഞാൻ നോക്കട്ടെടി, വരാൻ പറ്റിയ വരാം. ഇപ്പോഴേ ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലേ ഉള്ളൂ. എടി ഞാൻ വിളിക്കാം, ശരിയെന്നാ. ഇന്ന് ഇയർബഡ് അല്ലേ? അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാലോ. അങ്ങനെയല്ല കിരൺ, നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. ഇനി നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കിരൺ ചേട്ടനെ നുറുങ്ങിച്ച് സംസാരിക്കുന്നല്ലേ? ഇതെങ്ങനെ ഇതീ കേൾക്കുന്നേ? എന്താ പല്ലവി? ചേച്ചി, ദേ ആരോ കിരൺ ചേട്ടനെ ദുർഗേച്ചിയുടെ മുറിയിൽ നിന്നുള്ള സംസാരം ടാപ്പ് ചെയ്യുന്നു. താനെന്താ ആലോചിക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതിവിടെ വെച്ചിരിക്കണ്ടെന്ന്. നിനക്കിത് എവിടെന്നാ കിട്ടിയേ? എനിക്കിവിടെ നിലത്തിടുന്ന കിട്ടിയേ. ഇതാര് ചെയ്താലും അത് ഏറ്റവും മോശം കാര്യമായിപ്പോയി. പല്ലവി, എല്ലാരോടും വരാൻ പറഞ്ഞേ. ഇതാരാണെന്ന് കണ്ടുപിടിച്ച് ഈ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. ചെല്ല്. ശരി ചേച്ചി.